ദേശീയ അവശ്യ മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട 906 ഷെഡ്യൂൾ ചെയ്ത മരുന്ന് ഫോർമുലേഷനുകളുടെയും 14 ഇൻട്രാൻസ് ഫോർമുലേഷനുകളുടെയും പരിധി വില പരിഷ്കരിച്ചു. 80 പുതിയ മരുന്ന് ഫോർമുലകളുടെയും ചില്ലറ വിൽപ്പന വിലകൾ പുതുക്കിയും ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് വെള്ളിയാഴ്ച ഒന്നിലധികം ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. ഏപ്രിൽ 1 മുതൽ പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് സൂചന. മൊത്തവില സൂചികയിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ദേശീയ അവശ്യ മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മരുന്നുകളുടെ വിലയിൽ 1.74% വർധനവ് വരുത്തിയിരിക്കുന്നത് നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി. മാറ്റങ്ങളോടെ സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ WPI അടിസ്ഥാനമാക്കി ഷെഡ്യൂൾ ചെയ്ത ഫോർമുലേഷനുകളുടെ പരമാവധി ചില്ലറ വിൽപ്പന വില വർദ്ധിപ്പിക്കാൻ നിർമ്മാതാക്കൾക്ക് അനുവാദമുണ്ടാകും. എന്നിരുന്നാലും ചൈനീസ് കമ്പനികളുടെ ഒരു കൊള്ളയടിക്കുന്ന വില നിർണ്ണയ തന്ത്രമാണ് ഇതിന് കാരണമെന്ന് പല വ്യവസായ വിദഗ്ധരും ആരോപിക്കുന്നുണ്ട്. കൂടാതെ വേതന സംഹാരികൾ ഉൾപ്പെടെ 53 മരുന്നുകളുടെ ചില്ലറ വിൽപ്പന വില NPPA നിശ്ചയിച്ചു. ഔഷധങ്ങൾക്ക് 2025 ബജറ്റ് തീരുവ ഇളവുകൾക്ക് ശേഷം MRP അപ്ഡേറ്റ് ചെയ്യാൻ NPPA ഫാർമ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. പ്രീമിയം ഫാർമ മരുന്ന് റീറ്റെയിലർമാർ ഫാർമസികൾ എന്നിവയോട് DPCOയുടെ മരുന്നുകളുടെ വില പട്ടിക പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അർബുദം, പ്രമേഹം എന്നിവയടക്കമുള്ള മരുന്നുകൾക്ക് ഏപ്രിൽ 1 മുതൽ വില കൂടും. പുതുക്കിയ നിരക്ക് പട്ടികയിലെ ഫോർമുലേഷനുകളിൽ ആന്റിബയോട്ടിക്കുകൾ, ആന്റിവൈറലുകൾ, മലേറിയ വിരുദ്ധ മരുന്നുകൾ, വേദന സംഹാരികൾ, ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് അസിത്രോമൈസിൻ ടാബ്ലറ്റിന് 250 മില്ലിഗ്രാം, 500 മില്ലിഗ്രാം എന്നിവയ്ക്ക് ഇനി മുതൽ യഥാക്രമം 11.87 രൂപയും 23.98 രൂപയുമായിരിക്കും പരമാവധി വില. അതേസമയം അമോക്സിലിൻ, ക്ലാവലാനിക് ആസിഡ് എന്നിവയുടെ ഫോർമുലേഷനിൽ അടങ്ങിയ ആന്റി ബാക്ടീരിയൽ ഡ്രൈ സിറപ്പുകൾക്ക് മില്ലി ലിറ്ററിന് 2.09 രൂപയായിരിക്കും പരമാവധി വില. വേദന സംഹാരിയായ ഡൈക്ലോഫെനാക് ടാബ്ലറ്റിന് ഇനി മുതൽ 2.09 രൂപയായിരിക്കും പരമാവധി വില. അതേസമയം ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള ഡാപ്പാഗ്ലിഫ്ലോസിൻ, മെറ്റ്ഫോമിൻ, ഹൈഡ്രോക്ലോറൈഡ്, ഗ്ലിമേപിറൈഡ് ഗുളികകൾ എന്നിവയുടെ സംയോജനത്തിന് ഏകദേശം 12.74 രൂപ വില വരും. വിലപരിധി പരിഷ്കരിക്കുന്നതിന് NPPA ഏറ്റെടുക്കുന്ന ഒരു പതിവ് പ്രക്രിയയാണിത്. ഔഷധ ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും ഔഷധ വില നിയന്ത്രണ ഉത്തരവിന്റെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും നിയന്ത്രണം ഒഴിവാക്കിയതുമായ മരുന്നുകളുടെ വില നിരീക്ഷിക്കുന്നതിനും ഔഷധ വില നിർണ്ണയ നിയന്ത്രണ ഏജൻസിക്ക് ഉത്തരവാദിത്തമുണ്ട്.